കെ ടിയോടത്ത് സൊറ പറയാമെന്നുള്ള പ്രോഗ്രാമല്ലെന്ന് കെ ടിയോടത്ത് കഥ പറയാമെന്നുള്ള ഒരു പുതിയൊരു പ്രോഗ്രാമാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ പറച്ചിൽ എൻ്റേതായിട്ടുള്ളൊരു ചെറിയൊരു അനുഭവമുണ്ട്. നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. അനുഭവങ്ങളുടെ കലവറയാണ് ശരിക്ക് നമ്മളൊക്കെ. പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളൂ. നിങ്ങളിപ്പോൾ കുറച്ച് നേരത്തെ ഒരു വീഡിയോ ഉണ്ടല്ലേ, ആ സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ നമ്മളെ ചാനലുണ്ട്. നമ്മളെ ചാനലിൽ ഈ ചാനലിൻ്റെ തുടക്കത്തിൽ 2-3 എപ്പിസോഡായിട്ട് നമ്മൾ ഈ കണ്ട വീഡിയോൻ്റെ ഫുൾ ചരിത്രം, അതായത് ആ കണ്ട ബംഗ്ലാവിൻ്റെ ആ കണ്ട ഏരിയയുടെ നല്ല പച്ചപ്പൊക്കെ പിടിച്ചിട്ടുള്ള നല്ല രസമുള്ളൊരു കാഴ്ചയാണ് അതൊക്കെ. അപ്പോൾ അതിൻ്റെ കഥ മുഴുവനായിട്ട് നമ്മളെ ചാനലുണ്ട്. ഞാൻ ഏതായാലും തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു സാധനം പറഞ്ഞുതരാം. 1800കളുടെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ നമ്മളെ നാട് ഭരിക്കുന്ന കാലത്ത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ തമിഴ്നാട് ഗൂഡല്ലൂർ എല്ലമല എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അതായത് നമ്മുടെ ഇവിടുന്ന് ഗൂഡല്ലൂർ ഊട്ടിയിലൊക്കെ പോകുന്ന സമയത്ത് ഗൂഡല്ലൂരെത്തി ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 1 കിലോമീറ്റർ കഷ്ടില്ല. അത് പോയി കഴിഞ്ഞാൽ ഒരു ടേണിംഗ് ഉണ്ട്. അവിടുന്ന് ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് 24 കിലോമീറ്റർ പോകണം. 24 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മലയാളീസ് ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമുണ്ട്, എല്ലമല എന്ന് പറയുന്നത്. തേയില തോട്ടങ്ങളിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നാട് വിട്ടുപോയ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ അവിടുന്ന് തന്നെ കല്യാണം കഴിച്ച് അവിടെ തന്നെ കൂടി ഒരുപാട് ആളുകൾ ഇപ്പോഴും അവിടെ ഉണ്ട്. ഞാൻ കാര്യത്തിലേക്ക് പെട്ടെന്ന് വരാം. അപ്പോൾ അവിടെ ചെന്നിട്ട് വീണ്ടും ഒരു വീഡിയോ എടുക്കണം എന്നുള്ളൊരു താല്പര്യത്തിൽ നിൽക്കുകയായിരുന്നു. ഒന്നുമില്ല, അവിടെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി അവിടെ കാണാനും പിന്നെ അവിടുത്തെ ഒരു മാറ്റങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ നിൽക്കുന്ന സമയത്താണ് എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞു, നമുക്ക് ഇന്ന ദിവസം പിന്നെ ഇവിടെ ഷൂട്ടിന് പോകണം, എല്ലമല പോകണം എന്ന് പറഞ്ഞ്. അപ്പോൾ അതിലൊരാൾ ISL എന്തോ ഒരു ടിക്കറ്റ് എന്തോ ബുക്ക് ചെയ്ത് പറഞ്ഞിട്ട് അതിൽ മിസ്സായി. രണ്ടാമത്തെ ആൾ കാറിന് പ്രശ്നമാണെന്ന് പിറ്റേ ദിവസം, അതായത് പോകേണ്ട ദിവസമാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ആ പോക്ക് മുടങ്ങി. അപ്പോൾ ആ സമയത്ത് എന്തായാലും വീഡിയോ എടുക്കണം ഈ ആഴ്ച. അപ്പോൾ അത് ഞാനൊരു ട്രാവൽ വീഡിയോ ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്നൊരു പ്ലാനിലിരുന്നു ഉണ്ടായിരുന്നത്. അത് നടന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തായ ഹബീബിനെ വിളിച്ചു. ഹബീബ് കുറേ ബിസിനസ്സൊക്കെ ആയിട്ട് കോഴിക്കോട് തന്നെ, നമ്മളെ നാട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ ആളെ വിളിച്ച്, അപ്പോൾ ആൾ എപ്പോഴും എന്നോട് വരാൻ പറയുന്നതാണ്. കാരണം കുറേ കാലങ്ങൾക്ക് മുമ്പൊക്കെ തുടർച്ചയായിട്ട് അവിടെ ഒരു ദിവസം പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ആ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്ത് ഞാൻ അവനെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ അവിടേക്ക് യാത്ര തിരിച്ച് കാലിക്കറ്റ് എത്തി. അപ്പോൾ ഞാൻ പോണ വഴിക്കൊക്കെ പറയുന്നുണ്ട്, എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണം, എനിക്ക് അവിടുത്തെ ഫുഡ് സ്ട്രീറ്റുകൾ കാണണം, നൈറ്റ് ലൈഫ് കാണണം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ട് പറഞ്ഞു എന്ന് വിചാരിച്ചാൽ, ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു കൊറോണക്കൊക്കെ മുമ്പാണ് ശരിക്ക് കാലിക്കറ്റ് പോയി ഈ പറഞ്ഞ ഇവൻ്റെ കൂടെ സ്റ്റേ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ അവിടെ അങ്ങോട്ട് അങ്ങനെ യാത്ര ചെയ്യാറുമില്ല, അവിടെ നിൽക്കാറുമില്ല. നമുക്ക് നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് അതങ്ങനെ ലാഗ് ചെയ്ത് പോയി. പക്ഷേ ഇവരൊക്കെ പറയാറുണ്ട് ഒരുപാട് മാറി. പിന്നെ ഈ വന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വന്ന നമ്മൾ പണ്ട് താമസിച്ചിരുന്ന ബിൽഡിംഗ് ഒന്നും അല്ലപ്പോൾ അതിനൊക്കെ ഭയങ്കര മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഭയങ്കര രസമാണെന്ന് പറയും. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള കുറേ പിള്ളേർ അവിടെ പോകുന്ന സമയത്ത് അവരും അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പറയും, എടാ എന്നെ ഒന്ന് വിളിക്കണ്ടേ, എനിക്കത് കാണാൻ ആഗ്രഹമുണ്ട്, ഒരു എന്താണ് അതിൻ്റെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയും ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത്. അങ്ങനെ കോഴിക്കോട് ഒരു 6-7 മണി സമയമായപ്പോഴേക്കും കോഴിക്കോട് എത്തി. ഈ പോണ വഴിക്കൊക്കെ ഞാൻ പറയുന്നുണ്ട്, എനിക്കെന്തായാലും ഷൂട്ട് ചെയ്യണം, നമ്മൾ രാത്രി എത്തുമ്പോൾ എനിക്ക് നൈറ്റ് ലൈഫ് ഷൂട്ട് ചെയ്യണം, പിന്നെ നമ്മൾ പോകുന്ന യാത്രകൾ മാറ്റങ്ങൾ എന്തൊക്കെ വന്നിട്ടുണ്ട് എനിക്കൊന്ന് ഫീൽ ചെയ്യണം, ആ ഫീലിങ്സ് എനിക്ക് ഷൂട്ട് ചെയ്ത് വീഡിയോ ആക്കിയിട്ട് അതിനെന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരാൻ കഴിയുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് ഓക്കെ, അവർക്ക് ഇൻട്രസ്റ്റ് ആയി. എൻ്റെ കൂടെ തന്നെ ഇരുന്നു. ഒരു 7-8 മണിൻ്റെ ഉള്ളിൽ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് ഹൈലൈറ്റ് മാളിലേക്കാണ്. അതിനൊരു കാരണമുണ്ട്. ഈ ഹൈലൈറ്റ് മാളിൽ മഞ്ചേരി ഉള്ളത് കോട്ടക്കലുള്ള സൈലർ ഗ്രൂപ്പിൻ്റെ ഒരു പുതിയ ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സൈലർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99 മുതൽ 999 വരെയുള്ള അടിപൊളി ക്ലോത്ത്, നല്ല കുട്ടികൾക്കും മോഡേൺ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ക്ലോത്തൊക്കെ അടിപൊളി ക്ലോത്താണ്, ഞാൻ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് കാണണം. അവർ ഫ്രാഞ്ചൈസി എടുത്താണ് പുതുതായി. ഹൈലൈറ്റ് മാളിലെത്തി പാർക്കിംഗ് സെക്ഷനിൽ വണ്ടി നിർത്തി ഞങ്ങൾ ലിഫ്റ്റ് കയറി മുകളിൽ സൈലറിൻ്റെ അവിടെ എത്തി. ഈ പോണ സമയത്ത് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നിയൊരു കാര്യം, സൈലർ ഞാനിങ്ങനെ കാണുകയാണ്, ഈ ഷൂട്ട് ചെയ്യുന്നത് ഈ സംഭവം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വന്ന സാധനം
നമ്മുടെ നാട്ടിൽ നിന്ന് 2 പേര് സ്വന്തമായിട്ടൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് സ്വന്തമായ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അവിടെ പോയിട്ട് ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് വലിയൊരു അഭിമാനമാണ്. അതായത് നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പരിമിതികളുണ്ട്. നാടിൻ്റെ പുറത്തു പോയി പുറത്തുള്ള ആളുകളുമായിട്ടുള്ള ഇടപഴകലും അതേപോലെ തന്നെ പുറത്തുള്ള കാഴ്ചകളും അതൊരു എക്സ്പീരിയൻസാണ്. അത് ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞാൽ ശരിക്കും മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ ഉള്ള 2 പേര് ഈ ഒരു ലെവലിലേക്ക് എത്തുകയും അവർ മനോഹരമായിട്ട് തന്നെ ഷോപ്പ് ഡിസൈൻ ചെയ്ത് റെഡിയാക്കി വെച്ച് കണ്ടപ്പോൾ വലിയ അഭിമാനം തോന്നി. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അവിടെ നേരെ താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ പോണ സമയത്ത് എന്നോട് ചോദിച്ചു, കേട്ടി ഇനി എന്താണ് നിനക്ക് കാണേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് പല ആളുകളും വന്ന് ചെറുപ്പക്കാരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും പറയുന്നൊരു കാര്യമുണ്ട്, നൈറ്റ് ലൈഫ് ഒന്ന് കാണണം എന്നുള്ളത്. ആ നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടി ഞാനും ഹബീബും കൂടെ നിതീഷും ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പണ്ട് പോയ കോഴിക്കോടല്ലാത്ത ഇപ്പോഴത്തെ കോഴിക്കോടിൻ്റെ മാറ്റം ഞാനങ്ങനെ പുറത്തേക്ക് നോക്കി കണ്ടുകൊണ്ടിരുന്നു. ഇനിയാണ് ട്വിസ്റ്റ്. ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഫുഡ് സ്ട്രീറ്റും അതേപോലെ തന്നെ ബീച്ചിനോട് ചേർന്നുള്ള ഏത് സമയത്തും ഒരുപാട് തിരക്കുള്ള ആ കാഴ്ചകൾ.